ബിഗ് ബോസ് മലയാളം സീസൺ 7 കഥ പറയൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നെവിനാണ് കഥ പറയാൻ വന്നത്. നെവിൻ പറയുന്നത് 13 ഭ്രാന്തന്മാർ എന്നാണ് നെവിൻ്റെ കഥയുടെ പേര്. അക്ബർ എന്ന ഭ്രാന്തനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. കാരണം അത് മാനസിക രോഗം ഉണ്ടാവാൻ കാരണം നല്ലൊരു പാട്ടുകാരനാണ്. അങ്ങനെ ഒരു ദിവസം പാട്ട് പാടാനായിട്ട് മൈക്ക് കൊടുത്തപ്പം പെട്ടെന്ന് അത് മൈക്കാണെന്ന് മനസ്സിലാവാതെ ഐസ്ക്രീമാണെന്ന് പറഞ്ഞ് കോൺ ഐസ്ക്രീമാണെന്ന് പറഞ്ഞ് കടിച്ച് പൊട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് ഷോക്ക് അടിച്ച് അങ്ങനെ സമനില തെറ്റിയതാണ്. അങ്ങനെ ഈ BB മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടിട്ട് അങ്ങനെ സെല്ലിൽ കിടക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു മൂലക്ക് ചെയറിൽ അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്ന് ഈ പാട്ട് പാടലാണ്. വേറെ ശല്യമൊന്നും ഭ്രാന്തനെ കൊണ്ടില്ലെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പറഞ്ഞത് ഒരു സുന്ദരിയായ നായിക അപ്പം അവിടെ വരുന്നുണ്ട്. ആ നായികക്കും ഭ്രാന്താണ്. ഭ്രാന്തിന് ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ആ നായികയോട് നായികയുടെ സൗന്ദര്യം കണ്ടിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറിന് പ്രണയം തോന്നുന്നുണ്ട്. അങ്ങനെ പ്രണയം തോന്നുന്ന സമയത്താണ് ഒരു നായകൻ പുറത്തുനിന്ന് വരുന്നത്. നല്ല ഭംഗിയും വെളുത്ത് ഹൈറ്റും പൊക്കമുള്ളൊരു നായകൻ വരുന്നത്. അങ്ങനെ ഈ ഭ്രാന്തിയുടെ കയ്യിൽ എപ്പോഴും വട്ടായതുകൊണ്ടൊരു പാവയുണ്ട്, പ്ലാച്ചി എന്നാണ് പേര്. അങ്ങനെ ഈ നായകൻ ഈ പ്ലാച്ചി എടുത്ത് ദൂരോട്ടെറിയുമ്പോൾ നായിക അലമുറയിട്ട് കരയുകയാണ്. അപ്പോൾ ആ കരയുന്ന സൗണ്ട് എല്ലാം കേൾപ്പിക്കുന്നുണ്ട്. ഓരോ സൗണ്ട് ഉണ്ടാക്കി നെവിൻ തന്നെ അനുകരിച്ച് കാണിക്കുന്നുണ്ട്. അനുമോളാണ് ഭ്രാന്തി. അങ്ങനെ അത് കഴിയുമ്പോൾ നായികയുടെ വട്ട് ഏകദേശം കുറച്ച് കുറയുമ്പം ഡോക്ടറിന് ഇഷ്ടം തോന്നി കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവുകയാണ്. പക്ഷേ ജീവിച്ച് കഴിയുമ്പോൾ ഈ മുഴുഭ്രാന്തിയുടെ കൂടെ ആണല്ലോ ജീവിതം. അങ്ങനെ ഡോക്ടർ എന്തായാലും മുഴുഭ്രാന്തനാവാൻ ചാൻസ് കൂടുതലാണെന്ന് നെവിൻ പറയുന്നുണ്ട്. കാരണം ഈ ഭ്രാന്തിയുടെ വട്ട് എപ്പോൾ വേണേലും ഉണ്ടാകും. ഈ ഭ്രാന്തി വന്നതിന് ശേഷം ആ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരുടെ വട്ടം കൂടിയെന്ന് കഥയുടെ ഇടയിൽ പറയുന്നുണ്ട്. അങ്ങനെ നെവിൻ്റെ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര ചിരിയായിരുന്നു. സാബുമോനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.